അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം, അവൻ്റെ കൽപ്പന പ്രകാരം 13 വർഷക്കാലത്തെ അസഹ്യമായ പീഡനങ്ങൾക്കും പ്രയാസങ്ങൾക്കും ഒടുവിൽ അള്ളാന്റെ റസൂലും അവിടുത്തെ സഹാബത്തും ഹിജറ ചെയ്യുകയാണ്. ജനിച്ച നാടും വീടും മണ്ണും സമ്പത്തും എല്ലാം ഉപേക്ഷിച്ച് ഗതകാല ജീവിതത്തിന്റെ സ്മരണകളും ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും എല്ലാം ഉപേക്ഷിച്ച് പുതിയൊരു മണ്ണിലേക്ക്, പരിചയമില്ലാത്ത, പഴക്കമില്ലാത്ത, കണ്ടറിഞ്ഞിട്ടില്ലാത്ത പുതിയൊരു നാട്ടിലേക്ക്, പുതിയ പരിചയക്കാരുടെ അടുത്തേക്ക്, സമ്പത്തൊന്നുമില്ലാതെ, സമ്പാദ്യങ്ങളൊന്നുമില്ലാതെ, കുടുംബക്കാരിൽ ഭൂരിഭാഗം ആളുകളുമില്ലാതെ അവർ മദീനയിലേക്ക് യാത്ര ചെയ്യുകയാണ്. നമ്മൾ വിചാരിക്കും അവർ മദീനയിലേക്ക് പോയപ്പോ മക്കാർ വിചാരിച്ചിട്ടുണ്ടാവും, ശല്യമൊക്കെ ഒഴിഞ്ഞു, ഇനി പ്രശ്നമൊന്നുമില്ല, ഇനി അവർക്ക് അവരുടെ പാട്, നമുക്ക് നമ്മുടെ പാട് എന്ന് വിചാരിച്ചിട്ടുണ്ടാവും എന്ന് നമ്മൾ വിചാരിക്കും. അല്ല, അവരവിടെയും അടങ്ങിയിരുന്നില്ല. മുസ്ലിങ്ങൾ മദീനയിലേക്ക് പോയപ്പോ ഖുറൈശികൾ തമ്മിൽ ചർച്ച ചെയ്തു, ഇവർ നമ്മുടെ ബദ്ധശത്രുക്കളാണ്, അവർ ആയുധവും ആൾബലവും നേടി നാളെ തിരിച്ചു വരും, മക്കയെ പിടിച്ചടക്കാൻ, നമ്മോട് പ്രതികാരം തീർക്കാൻ. അതുകൊണ്ട് അവർ ഏത് നാട്ടിലാണോ താമസിക്കുന്നത് ആ നാടിനെ നശിപ്പിക്കുക എന്നത്, അതിനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുക എന്നത് നമ്മുടെ ഏറ്റവും വലിയ ദൗത്യമാണ്. അതുകൊണ്ട് ഖുറൈശികളിലെ എല്ലാ ഗോത്രവും ഒരുമിച്ച് ചേരട്ടെ, എന്നിട്ട് എല്ലാവരും അവരാൽ കഴിയുന്ന സംഭാവന നൽകട്ടെ. ആ സംഭാവന മുഴുവൻ സ്വരൂപിച്ചുകൊണ്ട് നമുക്കൊരു വലിയ കച്ചവടം നടത്താം. ആ കച്ചവടത്തിന്റെ ലാഭം മുഴുവൻ മുസ്ലിങ്ങളുടെ ഉന്മൂലനത്തിന് വേണ്ടി, അവരുടെ നാശത്തിന് വേണ്ടി, അവരെ ഈ ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കുന്നതിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാം എന്ന് ഖുറൈശികൾ ചർച്ച ചെയ്യുകയും അവർ ഒരു സമവായത്തിലെത്തുകയും ചെയ്തു. അങ്ങനെ ഇസ്ലാമിന്റെ ശത്രുക്കൾ മുഴുവൻ പണം സ്വരൂപിച്ചു. 50,000 സ്വർണ്ണ നാണയം അബൂ സുഫിയാൻ എന്ന കുശാഗ്ര ബുദ്ധിക്കാരനായ കച്ചവടക്കാരന്റെ കീഴിൽ ഷാമിലേക്ക് ആ കച്ചവട സംഘം പുറപ്പെട്ടു. ഈ 50,000 സ്വർണ്ണ നാണയം ഉപയോഗിച്ചുള്ള കച്ചവടം, അതിലുണ്ടാകുന്ന ലാഭം മുഴുവൻ ഇസ്ലാമിനെ നശിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ അള്ളാന്റെ റസൂൽ ഇത് അറിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിനെയും കൂട്ടി ആ കച്ചവട സംഘത്തെ തടയാൻ വേണ്ടി പുറപ്പെട്ടു. ഈ ഒരു പുറപ്പാടിനെയാണ് ചരിത്രത്തിൽ അൽ ഉഷൈറ സംഘടനം എന്നറിയപ്പെടുന്നത്. പക്ഷെ അള്ളാഹുവിന്റെ വിധി, അവരെ കണ്ടെത്താനോ അവരെ തടയാനോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സാധിച്ചില്ല. അദ്ദേഹം മദീനയിലേക്ക് തിരിച്ചു വന്നു. മദീനയിലേക്ക് തിരിച്ചു വന്നപ്പോ പിന്നീട് അവർ ഷാമിലേക്ക് പോയി വൻ ലാഭം കൊയ്തു, വലിയ ലാഭമുണ്ടാക്കി. ആ ലാഭവുമായി അവർ മക്കയിലേക്ക് തിരിച്ചു വരുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പറഞ്ഞു, ഇത് നമുക്ക് എന്തായാലും തടയണം. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 313ന്റെയും 317ന്റെയും ഇടയിലുള്ള കാലാൽപ്പടയുമായി, സ്വഹാബികളുമായി, 70 ഒട്ടകങ്ങളുമായി, 2 കുതിരകളുമായി ആ ഒരു യാത്രാ സംഘത്തെ, 45 പുരുഷന്മാർ മാത്രം കാവലുള്ള യാത്രാ സംഘത്തെ തടയാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പുറപ്പെടുന്നത്. കൗശലക്കാരനായ, സൂത്രക്കാരനായ അബൂ സുഫിയാൻ പ്രവാചകന്റെ പുറപ്പാടിനെ കുറിച്ച് അറിയുകയും ദംദം അൽ ഗിഫാരി എന്ന് പറയുന്ന ഒരു ദൂതനെ മക്കയിലേക്ക് പറഞ്ഞയക്കുകയും ചെയ്തു. അയാൾ അതിശീഘ്രം മക്കയിലെത്തി ആളുകൾ കൂടുന്ന അങ്ങാടിയുടെ നടുവിൽ വെച്ച് അയാൾ തന്റെ ഒട്ടകപ്പുറത്ത് നിന്ന് ചാടിയിറങ്ങി തന്റെ വാള് വലിച്ചൂറിയെടുത്തു. എന്നിട്ട് ഒട്ടകത്തിന്റെ മൂക്ക് ഛേദിച്ചു കളഞ്ഞു. അതിന്റെ വേദനയിൽ ഒട്ടകം ഉറക്കെ കരയാൻ തുടങ്ങി. അയാൾ സ്വന്തം വസ്ത്രം പിടിച്ചു കീറാൻ തുടങ്ങി. ഉറക്കെ ശബ്ദമുണ്ടാക്കാൻ തുടങ്ങി. ഖുറൈശികൾ മുഴുവൻ അയാളുടെ ചുറ്റിലും കൂടി. അയാൾ പറഞ്ഞു, ഇസ്ലാമിനെ നശിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്ത കച്ചവടം വലിയ ലാഭം കൊയ്തിരിക്കുന്നു. പക്ഷെ ആ ലാഭം നിങ്ങളിലേക്ക് എത്തണമെന്നില്ല. കാരണം ആ സംഘത്തെ തടയാനും നേരിടാനും മുഹമ്മദും അവന്റെ അസ്ഹാബുകളും ഇറങ്ങിയിട്ടുണ്ട് എന്ന വാർത്ത ഖുറൈശികൾക്ക് ഈ ദംദം അൽ ഗിഫാരി എന്ന് പറയുന്ന മനുഷ്യൻ കൈമാറി. കേൾക്കേണ്ട താമസം അബൂജഹലിന്റെ നേതൃത്വത്തിൽ 1300 കാലാൽപ്പടയും 700 ഒട്ടകങ്ങളും 100 കുതിരകളും സർവായുധ സന്നാഹ സജ്ജമായ ഒരു സൈന്യം മക്കയിൽ നിന്ന് പുറപ്പെട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ നിന്നും പുറപ്പെട്ടു. പക്ഷേ കൗശലക്കാരനായ അബൂ സുഫിയാൻ പ്രവാചകന്റെ കണ്ണ് വെട്ടിച്ച്
ജിദ്ദയിലൂടെ കടലിന്റെ തീരത്തൂടെ രക്ഷപ്പെട്ടു. ഈ അബൂജഹലും സൈന്യവും ജുഹ്ഫ എന്ന സ്ഥലത്തെത്തിയപ്പോ അബൂ സുഫിയാന്റെ ദൂതൻ അവരോട് വന്നിട്ട് പറഞ്ഞു, നിങ്ങളൊരു യുദ്ധത്തിന് പോകേണ്ട ആവശ്യമില്ല. കാരണം മുഹമ്മദിന്റെ കയ്യിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ കച്ചവട സാമഗ്രികളൊന്നും എത്തിയിട്ടില്ല. അബൂ സുഫിയാൻ രക്ഷപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് തിരിച്ചു പോകാം. 300ഓളം ആളുകൾ അവിടെ വെച്ച് തിരിച്ചുപോയി. അധികം ആളുകളും തിരിച്ചു പോകാം എന്ന തീരുമാനത്തിലെത്തി. ആ സമയം ഖുറൈശികൾക്കിടയിൽ ചെറിയൊരു പ്രശ്നം കൂടി വന്നു. കിനാന ഗോത്രത്തിൽപ്പെട്ട ബിക്ർ വംശവുമായി ഖുറൈശികൾക്ക് ചെറിയൊരു സംഘടനവും പ്രശ്നമുണ്ട്. ഈ പോകുന്ന വഴിക്ക് മുഴുവൻ ബിക്ർ വംശക്കാരുണ്ട്. ഇതിനിടയിൽ ഇവര് കയറി ആക്രമിച്ചേക്കുമോ എന്ന് ആ കൂട്ടത്തിലുള്ള പല ആളുകളും ഭയപ്പെട്ടു. ആ സമയത്ത് സാക്ഷാൽ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി ബിക്ർ വംശത്തിലെ ഒരു നേതാവായ സുറാഖ എന്ന് പറയുന്ന വൃദ്ധന്റെ രൂപത്തിൽ അവർക്കിടയിലേക്ക് വന്നു. എന്നിട്ട് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, അവൻ പറഞ്ഞ വർത്തമാനം അല്ലാഹു പറയുന്നു, വഇസ്സയ്യന ലഹുമുശ് ശൈത്താനു അഅമാലഹും ഫഖാല ലാ ഗാലിബ ലക്കുമുൽ യൗമ മിനന്നാസി വഇന്നീ ജാറുൽ ലക്കും. പിശാച് അവരുടെ പ്രവർത്തനം അവർക്കതാ നല്ല ഭംഗിയായി തോന്നിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ആ ഇബ്ലീസ് അവരോട് പറയുകയാണ്, ലാ ഗാലിബ ലക്കുമുൽ യൗമ മിനന്നാസ്. ഇത്രയും സന്നാഹത്തോടെ പുറപ്പെട്ട, ഇത്രയും സജ്ജീകരണങ്ങളോടെ പുറപ്പെട്ട നിങ്ങളെ തോൽപ്പിക്കാൻ ഇന്ന് മനുഷ്യ സമുദായത്തിൽ ആർക്കും തന്നെ സാധ്യമല്ല. ഞാൻ നിങ്ങളോടൊപ്പമുണ്ട്. ബിക്ർ ഗോത്രക്കാരുടെ ഭാഗത്തു നിന്ന് ഒരു അക്രമത്തെയും നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. ഞാൻ നിങ്ങളോടൊപ്പമുണ്ട്, നിങ്ങളുടെ ചാരത്ത് തന്നെയുണ്ട്. അതുകൊണ്ട് മടങ്ങിപ്പോകുന്നതിനെ കുറിച്ച് ആലോചിക്കേണ്ടതില്ല, തിരിച്ചു പോകുന്നതിനെ കുറിച്ച് ആലോചിക്കേണ്ടതില്ല. നിങ്ങൾ മുന്നോട്ട് തന്നെ പോകുക. സുറാഖത്ത് ഇബ്നു മാലിക്കിന്റെ രൂപത്തിൽ വന്ന ഇബ്ലീസ് അവർക്ക് പറഞ്ഞു കൊടുത്തു. ആവേശത്തോടെ എന്ന് പറഞ്ഞ പോരാ, അത്യാവേശത്തോടെ ഈ ആളുകൾ അങ്ങനെ മദീനയിലേക്ക് കുതിച്ചു. അവരുടെ ലക്ഷ്യം എന്താണ്? മദീനയെ മുഴുവൻ നശിപ്പിച്ചു കളയാൻ. ഈ കച്ചവട സംഘം ഉണ്ടാക്കിയ ലാഭം വരുന്നതിന്റെ മുന്നേ മദീനയെ അങ്ങോട്ട് തുടച്ചു നീക്കാം എന്ന ലക്ഷ്യത്തോടെയാണ് അബൂജഹലും കൂട്ടരും പിന്നീട് മുന്നോട്ട് വരുന്നത്. പ്രിയപ്പെട്ടവർ, എന്നാൽ ഇപ്പുറത്തെ അവസ്ഥ എന്താണ്? റസൂലും സഹാബത്തും ഒരു യുദ്ധത്തിന് വേണ്ടി ഇറങ്ങിയതല്ല. ഉദ്വത്തുദ്ദുനിയ എന്ന സ്ഥലത്തെത്തിയപ്പോഴാണ് അബൂജഹലിന്റെയും കൂട്ടരുടെയും പുറപ്പാടിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയുന്നത്. എന്ത് ചെയ്യും? ആരാണ് കൂടെയുള്ളത്? സജ്ജീകരണങ്ങളില്ല. കൂടെയുള്ളത് 2 ഒട്ടകം മാത്രമാണ്. അതിനു പകരമായി അവരുടെ കൂടെയുള്ളത് 5, കൂടെയുള്ളത് 70 ഒട്ടകമാണ്. അതിനു പകരമായി അവരുടെ കൂടെയുള്ളത് ഒരൊട്ടകത്തിന് പകരം 10 ഒട്ടകമാണ്. 700 ഒട്ടകങ്ങളാണ്. കൂടെയുള്ളത് 2 കുതിരകളാണ്. അതിനു പകരമായി അവരുടെ കൂടെയുള്ളത് 100 കുതിരകളാണ്. ഒരു കുതിരക്ക് പകരം 5 കുതിരയാണ്. കൂടെയുള്ളത് 313ഓളം വരുന്ന ദുർബലരായ, ഭക്ഷണം കഴിക്കാത്ത, പട്ടിണി പരിവട്ടത്തിന്റെ പ്രയാസത്തിലും ബുദ്ധിമുട്ടിലും ജീവിക്കുന്ന അല്ലാഹുവിന്റെ റസൂലിന്റെ അസ്ഹാബുകളാണ് അവിടെയുള്ളത്. തിന്ന് തടിച്ചു കൊഴുത്തു വീർത്ത, ഒരാൾക്ക് പകരം 3 ആൾ നിൽക്കുന്ന, 3 ആളിൽ കൂടുതൽ നിൽക്കുന്ന 1000ഓളം വരുന്ന പടയാളികളാണ് അപ്പുറത്തുള്ളത്. എന്ത് ചെയ്യുമെന്നറിയില്ല. അവിടെയാണ് ഇസ്ലാമിക ചരിത്രത്തിലെ രോമം എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു മുഷാവറ, ഒരു ചർച്ച അവിടെ നടക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റ് നിന്നു. അൻസാറുകളെയും മുഹാജിറുകളെയും വിളിച്ചു. റസൂൽ ചോദിച്ചു, അനുയായികളെ, നമ്മൾ ഇറങ്ങിയത് ഒരു യുദ്ധത്തിന് വേണ്ടിയല്ല, ഒരു സംഘടനത്തിന് വേണ്ടിയല്ല. പക്ഷേ നമ്മൾ പോലും അറിയാതെ ഒരു യുദ്ധത്തിലേക്ക് വലിച്ചിഴക്കപ്പെടുകയാണ്. നമ്മൾ എന്ത് ചെയ്യും? തിരിച്ചു പോകാൻ നമുക്ക് കഴിയില്ല. തിരിച്ചു പോയാൽ ആ സർവായുധ സജ്ജരായ സൈന്യം മദീനയിലേക്ക് പ്രവേശിക്കും. നമ്മുടെ സ്ത്രീകളെയും കുട്ടികളെയും അവർ പിച്ചു ചീന്തും. നമ്മുടെ നാട് അവർ നശിപ്പിക്കും. നമ്മുടെ പള്ളി അവർ നശിപ്പിക്കും. എന്ത് ചെയ്യുമെന്ന് പ്രവാചകൻ ചോദിച്ചപ്പോ അവിടെ ആദ്യമായി പ്രവാചകന്റെ വാക്കുകൾക്ക് മറുപടി പറയാൻ വേണ്ടി എഴുന്നേറ്റ് നിന്നത് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. അദ്ദേഹം എഴുന്നേറ്റ് നിന്നോട് പറഞ്ഞു, അഹ്സൻ യാ റസൂലല്ലാഹ്, അഹ്സൻ, അങ്ങ് മുന്നോട്ട് പോകുക. ആരെയാണ് ഭയക്കുന്നത്? എന്തിനാണ് ആമന്ദിക്കുന്നത്? ഞങ്ങളുണ്ട് പിന്നാലെ. അതിന്റെ തൊട്ടു പിന്നാലെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നു. എന്നിട്ട് പറഞ്ഞു, അഹ്സൻ യാ റസൂലല്ലാഹ്, മുന്നോട്ട് പോകുക. ആരെയാണ് ഭയക്കുന്നത്? ഞങ്ങൾ കൂടെയുണ്ട്. മിഖ്ദാദ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അദ്ദേഹത്തിന്റെ സമുദായം പറഞ്ഞതുപോലെ
നീയും നിന്റെ റബ്ബും പോയി യുദ്ധം ചെയ്തു കൊള്ളുക. നമ്മൾ ഇവിടെ നിന്ന് കാഴ്ച കണ്ടോളാം എന്ന് പറഞ്ഞതുപോലെ ഞങ്ങൾ ഒരിക്കലും പറയില്ല. ഞങ്ങൾ അങ്ങയോട് പറയുന്നത്, റസൂലേ, അങ്ങ് മുന്നിൽ നിന്ന് നയിക്കുക, ഞങ്ങളുണ്ട് പിന്നാലെ. എന്തിനും എവിടെയും പ്രവാചകൻ അൻസാരികളിലേക്ക് നോക്കി. അൻസാറുകളിൽ നിന്ന് മഹാനായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം എഴുന്നേറ്റ് നിന്നു. എന്നിട്ട് പ്രവാചകനോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ആർത്തലക്കുന്ന കടലിന്റെ തിരമാലകളിലേക്കാണ് അങ്ങ് പോകുന്നതെങ്കിലും മടികൂടാതെ അങ്ങയുടെ കൂടെ വരാൻ ഞങ്ങൾ തയ്യാറാണ്. ചുട്ടുപൊള്ളുന്ന മരുഭൂമിയുടെ മണൽപ്പരപ്പിലേക്ക് നഗ്നപാതരായിട്ടാണ് അങ്ങ് ഞങ്ങളെ ബർഖുൽ ഖിമാദിലേക്ക് കൊണ്ടുപോകുന്നതെങ്കിലും മടികൂടാതെ ഈ കഴുത്ത് പണയം വെച്ച് ഈ നെഞ്ച് പരിചയായി ഉപയോഗിച്ച് അങ്ങയുടെ കൂടെ വരാൻ ഞങ്ങൾ തയ്യാറാണ് പ്രവാചകരെ. സുബ്ഹാനല്ലാഹ്, അൻസാറുകളും മുഹാജിറുകളും ഒറ്റക്കെട്ടാണ്. ആയുധമുള്ളത് കൊണ്ടല്ല, ആൽബലമുള്ളത് കൊണ്ടല്ല, ശക്തിയുള്ളത് കൊണ്ടല്ല, ഹൃദയത്തിന്റെ അന്തരാളങ്ങളിലേക്ക് പ്രവേശിച്ച ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വഹ്ദാനിയത്തിന്റെ കലിമത്തിന്റെ ഊർജമാണത്, ശക്തിയാണത്. എത്ര ബലഹീനരാണെങ്കിലും ആകാശങ്ങളുടെ രാജാവായ അള്ളാഹുവിന്റെ അകമ്പടി നമ്മളോടൊപ്പമുണ്ടെന്ന് അചഞ്ചലമായ വിശ്വാസത്തിൽ നിന്ന് സ്ഫുരണം ചെയ്യുന്ന വാക്കുകളാണത്. പ്രിയപ്പെട്ടവരെ, അവര് പുറപ്പെട്ടു. ബദറിന്റെ രാത്രി അവർ ഭൂമിയിലെത്തി. ആ ബദറിന്റെ രണാങ്കണത്തിൽ അവരെത്തി. അബൂജഹലും കൂട്ടരും അവരും ബദറിന്റെ രണഭൂമിയിലെത്തി. രണ്ട് ഭാഗത്തായി അവർ തമ്പടിച്ചു. ബദറിന്റെ രാവ് എന്ന് പറയുന്നത് ഒരുപാട് അത്ഭുതങ്ങളുടെ രാവാണ്, ഒരുപാട് അത്ഭുതങ്ങളുടെ രാവാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ 3 കാര്യങ്ങളാണ് ബദറിന്റെ രാവിൽ പ്രധാനമായി സംഭവിച്ചത്. ഒന്നാമത്തേത് അല്ലാഹു പറയുന്നു, ഇദ് യുഗശീകുമുൻ നുആസ അമനതൻ മിൻ, നിങ്ങളെ എല്ലാവരെയും വല്ലാത്തൊരു മയക്കം ബാധിച്ചിരിക്കുന്നു. ആ രാവിൽ, ബദറിന്റെ രാവിൽ ബദരീങ്ങൾ മുഴുവൻ ശാന്തമായി കിടന്നുറങ്ങിയാൽ എങ്ങനെയാ ഉറങ്ങാൻ സാധിക്കുക? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അപ്പുറത്ത് നിൽക്കുന്നത് തങ്ങളെ നാമാവശേഷമാക്കാൻ പോകുന്ന ഒരു സൈന്യമാണ്. മാത്രമല്ല അവർക്ക് തീരാത്ത കുടിപ്പകയുമുണ്ട്. അവര് നാളെ രാവിലെ തങ്ങളുടെ അന്ത്യമാണ്. പക്ഷേ അന്ന് രാത്രി ബദരീങ്ങൾ വളരെ സുന്ദരമായി ശാന്തമായി അവിടെ കിടന്നുറങ്ങി എന്നാണ്. അവരങ്ങനെ ഉറങ്ങുന്ന സമയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങിയില്ല. അലി റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ കണ്ടു സഹാബികൾ മുഴുവൻ ശാന്തമായി കിടന്നുറങ്ങാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഈത്തപ്പനയുടെ മുന്നിൽ നിന്നുകൊണ്ട് നമസ്കരിക്കാൻ പ്രവാചകൻ പ്രാർത്ഥിക്കാണ്, അല്ലാഹുമ്മ ഇൻ തുഹ്ലിക ഹാദിഹിൽ ഇസ്വാബ, അല്ലാഹുവേ, ഈ ഒരു ചെറിയ വിഭാഗത്തെ, എന്റെ ചുറ്റിലും ബലഹീനരായി കിടന്നുറങ്ങുന്ന എന്റെ അസ്ഹാബുകളെ, എന്റെ ഈ അനുയായികളെ, റബ്ബേ, നാളെ നടക്കാൻ പോകുന്ന പോരാട്ടത്തിൽ നീ നശിപ്പിച്ചു കളയുകയാണെങ്കിൽ, അവര് തോറ്റുപോകുകയാണെങ്കിൽ, വലം തുഅബദ് ഫിൽ അർദി അബദാ, ഈ ദുനിയാവിൽ പിന്നെ ഒരിക്കലും നീ മാത്രമായി നിന്റെ പങ്കു ചേർക്കാത്ത നിലയിൽ നീ ആരാധിക്കപ്പെടില്ല റബ്ബേ എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കാൻ പ്രവാചകന്റെ കണ്ണുനീരടർന്നു വീണ് ബദറിന്റെ രണഭൂമിയെ നനച്ചപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ തൊട്ടു പിന്നാലെ ഒരു മഴയെ പറഞ്ഞയക്കാൻ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു, ഇദ് യുഗശീകുമുൻ നുആസ അമനതൻ മിൻഹു വയുനസ്സിലു അലൈക്കും മിനസ് സമാഇ മാഅൻ ലിയുതഹിറകും ويذهب عنكم رجز الشيطان وليربط على قلوبكم ويثبت به الأقدام. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രാർത്ഥനയ്ക്ക് തൊട്ടു പിന്നാലെയതാ ആകാശ ലോകത്ത് നിന്ന് ഒരു മഴ പെയ്യുകയാണ്. ആ മഴയുടെ ലക്ഷ്യം എന്താണെന്ന് പടച്ച റബ്ബ് പറയുന്നു, മുഅ്മിനീങ്ങളുടെ ഹൃദയം ശുദ്ധീകരിക്കലാണ്, അവരുടെ മനസ്സിനെ ഉറപ്പിച്ചു നിർത്തലാണ്, അവരുടെ പാദങ്ങളെ ഉറപ്പിച്ചു നിർത്തലാണ്. അതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു. രാവിലെ ബദറിന്റെ രണഭൂമിയിൽ മുസ്ലിങ്ങളും മുശ്രിക്കുകളും മുഖാമുഖം നിൽക്കുന്ന സമയം അബൂജഹലും കൂട്ടരും മുസ്ലിങ്ങളിലേക്ക് നോക്കുകയാണ്. അവിടെ കാണുന്നത് എന്താണ്? പട്ടിണി പരിവട്ടങ്ങളായ, പട്ടിണിയുടെ പ്രതിരൂപങ്ങളായ ബലഹീനരായ ഏതാനും മുസ്ലിമീങ്ങൾ, നേരെ നിൽക്കാൻ പോലും കെൽപ്പില്ലാത്ത ഏതാനും മുസ്ലിമീങ്ങൾ അതാ തങ്ങളോട് യുദ്ധം ചെയ്യാൻ നിൽക്കുകയാണ്. അവർ വിചാരിച്ചു എല്ലാം അവസാനിച്ചു, ഇസ്ലാം ഇതോടെ അവസാനിക്കുകയാണ്. പക്ഷേ അവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന സുറാഖയുടെ രൂപത്തിൽ വന്ന ഇബ്ലീസ്, ആ ഇബ്ലീസ് അതാ പിന്മാറാൻ തുടങ്ങുകയാണ്. ഫലമ്മാ തറാഅത്തിൽ ഫിഅതാൻ നഖസ അലാ അഖിബൈ വഖാല ഇന്നി ബരീഉം മിൻകും ഇന്നി അറാ മാ ലാ തറൂൻ ഇന്നി
അഖാഫുല്ലാഹ് വല്ലാഹു ശദീദുൽ ഇഖാബ്. ആ ബദരീങ്ങളെ കണ്ടപ്പോ അബൂജഹലും ഉത്ബത്തും ഷൈബത്തും കാണാത്ത മറ്റു പല ആളുകളെയും ഇബ്ലീസ് കാണുകയാണ്. ഇബ്ലീസ് പറയുകയാണ്, ഇന്നി ബരീഉം മിൻകും, ഞാനിതാ നിങ്ങളോട് വിട പറയുകയാണ്. ഇന്നി അറാ മാ ലാ തറഊൻ, നിങ്ങൾ കാണാത്ത പലതും ഞാൻ കാണുന്നുണ്ട്. നിങ്ങൾ കാണാത്ത പല സൈന്യവും അവരുടെ ഇടയിലുണ്ടെന്ന് ഇബ്ലീസ് അതാ പറയുകയാണ്. ഇന്നി അഖാഫുല്ലാഹ്, ഞാനിതാ അല്ലാഹുവിനെ ഭയപ്പെടുകയാണ്. വല്ലാഹു ശദീദുൽ ഇഖാബ്, അല്ലാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാണെന്ന് പറഞ്ഞ് ഇബ്ലീസ് അവിടെ നിന്ന് സ്ഥലം വിടുകയാണ്. എന്തുകൊണ്ടാണ് ഇബ്ലീസ് അങ്ങനെ സ്ഥലം വിട്ടത്? പ്രിയപ്പെട്ടവരെ, ആ ബദറിന്റെ രണഭൂമിയിൽ പട്ടിണിയുടെ പ്രതിരൂപങ്ങളായി നിൽക്കുന്ന സ്വഹാബികൾക്കിടയിൽ ഇബ്ലീസ് കണ്ടതാരെയാണ്? യൂഹീ റബ്ബുക ഇലൽ മലായികതി أني معكم فثبتوا الذين آمنوا سألقي في قلوب الذين كفروا الرعب فاضربوا فوق الأعناق واضربوا منهم كل بنان. ബദരീങ്ങൾ യുദ്ധഭൂമിയിൽ അണിനിരന്നപ്പോ അല്ലാഹു അവന്റെ മലായികത്തുകളോട് പറയുകയാണ്, എന്റെ അടിമകൾക്കിടയിലേക്ക് നിങ്ങൾ ഇറങ്ങി ചെല്ലുക, എന്നിട്ട് അവരുടെ ഹൃദയങ്ങൾ നിങ്ങൾ ഉറപ്പിച്ചു നിർത്തുക, അവരുടെ പാദങ്ങൾ നിങ്ങൾ ഉറപ്പിച്ചു നിർത്തുക. ആരോടാണോ അവർ യുദ്ധം ചെയ്യുന്നത് അവരുടെ പിരടിയുടെ മുകളിൽ നിന്ന് നിങ്ങൾ വെട്ടുകയും ചെയ്യുക, അവരുടെ വിരലുകൾ നിങ്ങൾ വെട്ടുകയും ചെയ്യുക. ഇത് തസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും റബ്ബുക്കും അന്നീ മുമിദ്ദുക്കും ബിഅൽഫിൻ മിനൽ മലായികതി മുർദിഫീൻ. ആയിരക്കണക്കിന് മാലാഖമാർ, ആയിരക്കണക്കിന് മലായികത്തുകൾ ആകാശ ലോകത്ത് നിന്ന് ബദറിന്റെ ഭൂമിയിലേക്ക് ഇറങ്ങി വരികയാണ്. പോരാട്ടം തുടങ്ങുന്നു. ആദ്യമായി ഷൈബത്തും ഉത്ബത്തും വലീദും എന്ന് പറയുന്ന 3 മുശ്രിക്കുകൾ മുന്നോട്ട് വരികയാണ്. അലി ഇബ്നു അബീ ത്വാലിബും ഹംസ ഇബ്നു അബ്ദുൽ മുത്തലിബും ഉബൈദ് റളിയല്ലാഹു അൻഹു മുന്നോട്ട് വരുന്നു. അവരതാ ദ്വന്ദ്വ യുദ്ധം നടത്തുകയാണ്. വിജയത്തിന്റെ തുടക്കമെന്നോണം ആ ദ്വന്ദ്വ യുദ്ധത്തിൽ 3 മുശ്രിക്കുകളും നിഷ്പ്രയാസം പരാജയപ്പെടുകയാണ്. യുദ്ധമതാ തുടങ്ങുകയാണ്. പൊടിപടലങ്ങൾ പാറിപ്പറക്കുകയാണ്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന തക്ബീറിന്റെ ധ്വനി മുഴക്കിക്കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദിന്റെ ശക്തി ഉപയോഗിച്ച് മുസ്ലിം സൈന്യം മുന്നേറുകയാണ്. അവരതാ മുന്നോട്ട് പോകുകയാണ്. ആ സമയം പല സ്വഹാബികളും പറയുന്നു, അപരിചിതരായ പരിചയമില്ലാത്ത വെള്ള വസ്ത്രധാരികളായ ഒരുപാട് ആളുകൾ അതാ മുസ്ലിങ്ങൾക്കിടയിൽ നിന്നുകൊണ്ട് യുദ്ധം ചെയ്യുകയാണ്. അവരിങ്ങനെ വെട്ടാൻ വേണ്ടി വാളോങ്ങുന്ന സമയം കബന്ധങ്ങൾ അറ്റുവീഴുന്നു. പല അത്ഭുതങ്ങളും സംഭവിക്കുകയാണ്. അള്ളാന്റെ റസൂല് തന്റെ കൂടാരത്തിൽ പ്രാർത്ഥനയിലാണ്. പെട്ടെന്ന് പ്രാർത്ഥനയിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് പ്രവാചകൻ കൂടാരത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. എന്നിട്ട് പറയുകയാണ്, ബശ്ശിറൂ യാ അബൂബക്കർ, ബശ്ശിറൂ യാ അബൂബക്കർ, അബൂബക്കറെ സന്തോഷിക്കുക. കാരണം ആ കാണുന്ന മലമുകളിൽ തന്റെ കുതിരയുടെ കടിഞ്ഞാണ് പിടിച്ചുകൊണ്ട് ബദറിന്റെ രണഭൂമിയിൽ പോരാടുന്ന മലക്കുകൾക്ക് നേതൃത്വം നൽകുന്ന ജിബ്രീലിനെ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കാണുന്നുണ്ട് അബൂബക്കർ. അതുകൊണ്ട് ബശ്ശിറൂ ബശ്ശിറൂ യാ മുഅ്മിനീൻ, സന്തോഷിക്കുക സന്തോഷിക്കുക എന്ന് പറഞ്ഞ് പ്രവാചകൻ തന്റെ പടയങ്കി അണിഞ്ഞുകൊണ്ട് രണഭൂമിയിലേക്ക് ഇറങ്ങുകയാണ്. എന്നിട്ട് തന്റെ കയ്യിലേക്ക് ഒരു പിടി മണ്ണ് വാരിക്കൊണ്ട് സയുഹ്സമുൽ ജംഉ വയുവല്ലൂന ദുബർ എന്ന ആയത്ത് ഓതിക്കൊണ്ട് ആ മണ്ണതാ മുശ്രിക്കുകളുടെ നേർക്കേക്ക് എറിയുകയാണ്. ആ മണ്ണിന്റെ ഓരോ മണൽത്തരിയും ബദറിന്റെ രണഭൂമിയിൽ പോരാടിയ അള്ളാഹുവിന്റെ ശത്രുക്കളുടെ മുഖത്തേക്ക് അള്ളാഹു എത്തിക്കുകയാണ്. ഈ സംഭവത്തെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്, വമാ റമൈത ഇദ് റമൈത വലാകിന്നല്ലാഹ റമാ വലിയുബ്ലിയൽ മുഅ്മിനീന മിൻഹു ബലാഅൻ ഹസനാ. അല്ലാഹുവിന്റെ റസൂലേ, താങ്കൾ എറിഞ്ഞപ്പോ യഥാർത്ഥത്തിൽ എറിഞ്ഞത് താങ്കളല്ല, അല്ലാഹുവാണ് യഥാർത്ഥത്തിൽ എറിഞ്ഞതെന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുകയാണ്. അതോടെ അവിടെ യഥാ പരാജയത്തിന്റെ തുടക്കം കുറിക്കുകയാണ്. മുശ്രിക്കുകൾ ആയുധങ്ങൾ വലിച്ചെറിഞ്ഞുകൊണ്ട് ഓടുകയാണ്. അവരുടെ ഒട്ടകങ്ങളെ ഇട്ടെറിഞ്ഞുകൊണ്ട് ഓടുകയാണ്. അവരുടെ കുതിരകളെ ഇട്ടെറിഞ്ഞുകൊണ്ട് ഓടുകയാണ്. അവർ തടികൊണ്ട് അതാ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നു. മുസ്ലിം സൈന്യം പട്ടിണി പരിവട്ടത്തിന്റെ പ്രതീകങ്ങളായ വിരലുകൾ കൊണ്ട് വാരിയല്ലുകൾ എണ്ണിയെടുക്കാൻ കഴിയുമാറ് ഭക്ഷണം കഴിക്കാതെ ദഈഫുകളായ മുഅ്മിനീങ്ങളിൽപ്പെട്ട 300-ൽ പരം വരുന്ന സ്വഹാബികളതാ ആ ബദറിന്റെ രണഭൂമിയിൽ മുശ്രിക്കുകളെ പിന്തുടരുകയാണ്. അവരവിടെ വിജയിക്കുകയാണ്. ചരിത്രത്തിൽ നടന്ന ഏറ്റവും വലിയ അത്ഭുതമാണിത്. നമ്മൾ എന്തൊക്കെ ലോജിക്കുകൾ വെച്ച്
വിശദീകരിക്കാൻ നോക്കിയാലും, നമ്മൾ എന്തൊക്കെ തിയറികൾ വെച്ച് വിശദീകരിക്കാൻ നോക്കിയാലും, ബദർ യുദ്ധം എന്ന് പറയുന്നത് കറകളഞ്ഞ മിറാക്കിളാണ്, കറകളഞ്ഞ ഒരു അത്ഭുതമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രിയപ്പെട്ടവരെ, സുബ്ഹാനല്ലാഹ്, ആ ബദരീങ്ങളുടെ ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുവാനും അവരെ സഞ്ചരിച്ച വഴിയിലൂടെ ചാണിന് ചാണായും മുഴത്തിന് മുഴമായും അവരെ പിൻപറ്റുവാനും നാഥൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. വനസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വഅൻ ജമീഇൽ മുസ്ലിമീന അജ്മഈൻ വനസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.